ആദ്യമായി നമുക്ക് ഭൂമിയിലെ കാർബൺ ചക്രത്തെ കുറിച്ച് പഠിക്കാം. കാർബൺ ചക്രത്തിന് ഭൂമിയിൽ ഏറെ പ്രാധാന്യമുണ്ട്. ഇത് ഭൂമിയിലെ 4 പ്രധാന ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടു കിടക്കുന്നു. ഇതിൽ ആദ്യത്തേതാണ് ടെറസ്ട്രിയൽ ബയോസ്ഫിയർ. ഇതിൽ കരയിലെ ജന്തുക്കളും സസ്യങ്ങളും ഉൾപ്പെടുന്നു. രണ്ടാമത് അന്തരീക്ഷം ഭൂമിക്ക് ചുറ്റും ഒരു പാളിയായി കാണപ്പെടുന്നു. മൂന്നാമത് സസ്യങ്ങളും ജന്തുക്കളും ചെറുജീവികളും അടങ്ങിയ സമുദ്രമാണ്. നാലാമത്തേതാണ് ജിയോസ്ഫിയർ. സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും അവശിഷ്ടങ്ങളും ഫോസിൽ ഇന്ധനങ്ങളും ഇതിൽ കാണപ്പെടുന്നു. ഉദാഹരണമായി, ഒരു പശുവിനെ ഗ്ലാസ് ഹൗസിൽ വളർത്തുന്നുവെന്ന് കരുതുക. അതിനുള്ളിൽ കുറച്ച് പുല്ല് കൂടി വളരുന്നുണ്ടെന്ന് കരുതുക. ഇത് തിന്നുന്നതിലൂടെ പുല്ലിലുള്ള കാർബൺ പശുവിനുള്ളിൽ എത്തുന്നു. ഇതിൽ കുറച്ചു ഭാഗം പശുവിന്റെ ശരീരത്തിന്റെ ഉള്ളിൽ അന്നജത്തിന്റെ രൂപത്തിൽ എത്തുന്നു. ബാക്കിയുള്ളവ നിശ്വാസത്തിലൂടെ പുറന്തള്ളുന്നു. ഇത് മുഖേന ഗ്ലാസ് ഹൗസിനുള്ളിൽ കാർബൺ നിറയുകയും പശുവിന്റെ ജീവൻ അപകടത്തിലാക്കുകയും ചെയ്യുന്നു. ഇവിടെയാണ് സസ്യങ്ങൾ സഹായിക്കുന്നത്. ചെടികൾ കാർബണും പ്രകാശവും വലിച്ചെടുത്ത് പ്രകാശ സംശ്ലേഷണം നടത്തുന്നു. ഇതോടൊപ്പം കാർബൺ ഇലകളിലും തണ്ടുകളിലും ശേഖരിച്ചു വയ്ക്കുന്നു. പശു ചെടി തിന്നുന്നതിലൂടെ കാർബൺ വീണ്ടും ഉള്ളിലെത്തുകയും ചക്രം പൂർത്തിയാകുകയും ചെയ്യുന്നു. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. പശുവിൽ നിന്നും, അതായത് ടെറസ്ട്രിയൽ ജിയോസ്ഫിയറിൽ നിന്നും അന്തരീക്ഷത്തിലേക്കും, അന്തരീക്ഷത്തിൽ നിന്ന് ചെടിയിലേക്കും പശുവിലേക്കും കാർബൺ സഞ്ചരിക്കുന്നു. എന്നാൽ ഇതിൽ നിന്ന് വളരെ സങ്കീർണമാണ് ഭൂമിയിലെ ബയോസ്ഫിയർ ചക്രം. നേരത്തെ പറഞ്ഞതുപോലെ പശു പുല്ല് തിന്നുകയും കാർബൺ പശുവിനുള്ളിൽ എത്തുകയും നിശ്വാസത്തിലൂടെ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. ഇതിൽ ഫംഗസും ബാക്ടീരിയയും പങ്കുവഹിക്കുന്നുണ്ട്. പശുവിന്റെ ചാണകം വിഘടിപ്പിച്ച് കാർബൺ പുറന്തള്ളുന്നു. ഇതേ പ്രവർത്തനം തന്നെയാണ് പശു ചാവുമ്പോഴും ഉണ്ടാകുന്നത്. വിഘാടകർ ഇവിടെ പ്രവർത്തിച്ച് ശരീരത്തിലുള്ള കാർബൺ പുറന്തള്ളുന്നു. എല്ലും ബാക്കിയുള്ള ചില ഭാഗങ്ങളും ഫോസിൽ ഇന്ധനമായും പാറയായും ജിയോസ്ഫിയറിന്റെ ഭാഗമായി തീരുന്നു. ഈ പ്രവർത്തനത്തിനെ സെഡിമെന്റേഷൻ എന്ന് പറയുന്നു. ഇതിലൂടെയാണ് പ്രധാനമായും ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെടുന്നത്. ഇതുപോലെ തന്നെ സസ്യങ്ങളുടെ ജൈവാവശിഷ്ടങ്ങളും ഫോസിൽ ഇന്ധനങ്ങളായി രൂപപ്പെടുന്നു. അന്തരീക്ഷത്തിലെ കാർബൺ ആഗിരണം ചെയ്തും പ്രകാശത്തിന്റെയും ജലത്തിന്റെയും സാന്നിധ്യത്തിൽ പ്രകാശ സംശ്ലേഷണം വഴി ആഹാരം നിർമ്മിക്കുന്നു. ഇത് ഇലകളിലും കാണ്ഡങ്ങളിലും ശേഖരിച്ചു വയ്ക്കുന്നു. ഇലകൾ കത്തിക്കുന്നതിലൂടെ ഈ കാർബൺ തിരിച്ച് അന്തരീക്ഷത്തിലെത്തുന്നു. ഇനി നമുക്ക് സമുദ്രത്തിലെ കാർബൺ ചക്രം കാണാം. സമുദ്രോപരിതലത്തിലുള്ള ആൽഗകളും കടലിനടിയിലുള്ള വലിയ സസ്യങ്ങളും ചുറ്റുപാടുമുള്ള വെള്ളത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള കാർബൺ ആഗിരണം ചെയ്യുന്നു. പ്ലാങ്ക്ടോണുകൾ ആൽഗകളെ ഭക്ഷിക്കുകയും ഇവയെ മത്സ്യങ്ങൾ ആഹാരമാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ കാർബൺ മത്സ്യങ്ങളിലെത്തുകയും ശ്വസനത്തിന്റെ ഫലമായി ശകുലങ്ങളിലൂടെ കാർബൺ തിരിച്ച് ജലത്തിലെത്തുകയും ചെയ്യുന്നു. മത്സ്യങ്ങൾ ചത്തടിയുമ്പോൾ ഇതിൽ ബാക്ടീരിയകളും മറ്റും പ്രവർത്തിച്ച് ബാക്കിയുള്ള കാർബൺ കൂടി ജലത്തിൽ ലയിപ്പിക്കുന്നു. ഇനി കാർബൺ അന്തരീക്ഷത്തിൽ നിന്നും
സമുദ്രത്തിലേക്ക് എങ്ങനെ എത്തുന്നുവെന്ന് നോക്കാം. മഴ പെയ്യുമ്പോൾ സിലിക്ക അടങ്ങിയിട്ടുള്ള പാറകളിൽ നിന്നും ഡൈകാർബണേറ്റിന്റെ രൂപത്തിൽ കാർബൺ സമുദ്രത്തിൽ എത്തിച്ചേരുന്നു. കാർബൺ അന്തരീക്ഷത്തിൽ നിന്നും ജല തന്മാത്രകളുമായി പ്രവർത്തിച്ച് സമുദ്രത്തിൽ എത്തുന്നു. ചില സമുദ്രജീവികൾ അവയുടെ പുറന്തോടുകൾ ഉണ്ടാക്കുന്നതിനായി ഈ ബൈകാർബണേറ്റുകൾ ഉപയോഗിക്കുന്നു. ജലത്തിൽ അടങ്ങിയിട്ടുള്ള ബൈകാർബണേറ്റ് ലൈംസ്റ്റോൺ അഥവാ ചുണ്ണാമ്പുകല്ല് ഉണ്ടാക്കാനും സഹായിക്കുന്നു. ഇത് ജിയോസ്ഫിയറിൽ അടിഞ്ഞുകൂടുന്നു. കാർബൺ ബൈകാർബണേറ്റ് ആയി സമുദ്രജലത്തിൽ ഉണ്ടാകുന്നു. അതുകൊണ്ട് സമുദ്രത്തെ ബൈകാർബണേറ്റിന്റെ വലിയൊരു റിസർവോയർ ആയി പറയാം. സമുദ്രത്തിലെ കാർബണിന്റെ അളവ് നിയന്ത്രിക്കുന്നത് അന്തരീക്ഷ ഊഷ്മാവാണ്. അന്തരീക്ഷ ഊഷ്മാവ് താഴുമ്പോൾ ജലം കാർബൺ ആഗിരണം ചെയ്യുകയും ഊഷ്മാവ് കൂടുമ്പോൾ കാർബണെ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുകയും ചെയ്യുന്നു. ഇനി ജിയോസ്ഫിയറിലെ കാർബൺ ചക്രം പരിശോധിക്കാം. ആറുകളിലെയും അവശിഷ്ടങ്ങളിലെയും അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലെയും കാർബൺ അന്തരീക്ഷത്തിലെത്തുന്നു. സിമന്റ് നിർമ്മാണം അന്തരീക്ഷത്തിലെ കാർബണിന്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്നു. ജിയോസ്ഫിയറിൽ അടങ്ങിയിട്ടുള്ള ചുണ്ണാമ്പുകല്ലുകൾ സിമന്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. സിമന്റ് നിർമ്മാണത്തിന് ചുണ്ണാമ്പുകല്ല് ചൂടാക്കുന്ന പ്രവർത്തനത്തിൽ കാർബൺ അന്തരീക്ഷത്തിലേക്ക് സ്വതന്ത്രമാകുന്നു. ഫോസിൽ ഇന്ധനങ്ങളുടെ ജ്വലനവും അന്തരീക്ഷത്തിലേക്ക് വലിയൊരു പങ്ക് കാർബൺ എത്തിക്കുന്നു. ഇതിൽ വാഹനങ്ങളും ഓയിൽ റിഗുകളും ഉൾപ്പെടുന്നു. മനുഷ്യന്റെ ഇതുപോലുള്ള പ്രവർത്തനങ്ങളിലൂടെ അന്തരീക്ഷത്തിലെ കാർബണിന്റെ അളവ് വളരെയധികം കൂടുന്നു. കാർബൺ നമ്മുടെ അന്തരീക്ഷത്തിൽ ഒരു പുതപ്പ് പോലെ പരന്നുകിടക്കുന്നു. ഭൂമിയിലെ ചൂട് ഈ ഗ്രീൻ ഹൗസ് വാതകത്തിലൂടെ കുറച്ചൊക്കെ പുറത്തു പോവുകയും കുറെ ഭാഗം ഭൂമിയിലേക്ക് തിരിച്ച് പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു. ഭയാനകമായ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ അന്തരീക്ഷത്തിലേക്ക് വിടുന്ന കാർബണിന്റെ അളവ് കൂടുകയും ഇത് ഒരു കട്ടി കൂടിയ പുതപ്പ് പോലെ പ്രവർത്തിച്ച് ഈ കാർബൺ പുറത്തു പോകുന്നത് തടയുകയും അതിനെ പ്രതിഫലിപ്പിച്ച് ഭൂമിയിലെ ചൂട് ക്രമാതീതമായി കൂട്ടുകയും ചെയ്യുന്നു. പ്രകൃതിയാലുള്ള കാർബൺ ചക്രം ഇത്ര സങ്കീർണമാണെങ്കിലും മനുഷ്യന്റെ ഇടപെടൽ ഈ ഭൂമിയിലെ കാർബണിന്റെ അളവ് കൂട്ടുകയും എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് ഭീഷണിയാവുകയും ചെയ്യുന്നു. അടുത്തത് നമുക്ക് നൈട്രജൻ സൈക്കിൾ എങ്ങനെയെന്ന് കാണാം. നൈട്രജൻ പ്രധാനമായി കാണപ്പെടുന്നത് ജന്തുക്കളുടെ വിസർജ്യങ്ങളിലും സസ്യങ്ങളിലെ അവശിഷ്ടങ്ങളിലുമാണ്. മണ്ണിലെ ബാക്ടീരിയകളിലൂടെയും ഇടിമിന്നലിലൂടെയും നൈട്രജൻ സസ്യങ്ങളിലേക്ക് ആഗിരണം ചെയ്യുന്നു. നൈട്രജൻ ആഗിരണം ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ ഇനോർഗാനിക് പദാർത്ഥങ്ങളായി ഭൂമിയിലെത്തുന്നത് ഇടിമിന്നലിലൂടെയാണ്. ഇത് സസ്യങ്ങളുടെ വളർച്ചയ്ക്കും വിത്തുകൾ ഉണ്ടാകുന്നതിനും സഹായിക്കുന്നു. ഈ സസ്യങ്ങളെ ആഹാരമാക്കുന്നതിലൂടെ നൈട്രജൻ ജന്തുക്കൾക്കും ലഭിക്കുന്നു. ഇതിനെ നൈട്രിഫിക്കേഷൻ എന്ന് പറയുന്നു. ഈ ജീവജാലങ്ങൾ ചത്ത് മണ്ണടിയുന്നതിലൂടെ അവയുടെ ശരീരത്തിലുള്ള നൈട്രജൻ വീണ്ടും മണ്ണിലെത്തുന്നു. ഡീനൈട്രിഫയിങ് ബാക്ടീരിയകൾ നൈട്രജനെ തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് സ്വതന്ത്രമാക്കുന്നു. നൈട്രജൻ ഭൂമിയിലെത്താൻ അഥവാ നൈട്രജൻ ഫിക്സിങ്ങിന് സഹായിക്കുന്ന വേറൊരു വിഭാഗമാണ് ആൽഗകൾ. പരിസ്ഥിതിയുടെ സന്തുലനത്തിന് ഈ പ്രക്രിയകൾ ക്രമമായി നടക്കേണ്ടതുണ്ട്. എന്നാൽ മനുഷ്യന്റെ വിവേകരഹിതമായ കൈകടത്തലുകൾ പരിസ്ഥിതിയുടെ സന്തുലനത്തിന് വിഘാതമാകുന്നു.